രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരായ നീക്കം അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി മൈൻഡ് പോലും ചെയ്തില്ല. അതായത് നാട് മുഴുവൻ വ്യഭിചരിച്ച് നടക്കുന്നവൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടം MLA-ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നൽകിയ പദവി. ഭാര്യയില്ലാത്ത സമയത്ത് വീട്ടിലും നാട്ടിലും മുഴുവൻ വ്യഭിചരിക്കുന്നൊരു മാന്യൻ പിണറായിയുടെ മന്ത്രിസഭയിൽ ഉണ്ടെന്നും ആ മാന്യനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രി തന്നെയാണെന്നും കേരളം മുഴുവൻ പറയുമ്പോഴാണ് തന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന മാങ്കൂട്ടം MLA-ക്കെതിരെ മുഖ്യമന്ത്രി ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് MLA-ക്കെതിരെയുള്ള ഈ നീക്കം എല്ലാം നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിലെ ഒരു നീക്കമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടത്. അതായത് എണ്ണം തിരിച്ചു പറയുന്നതിൽ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ആശ്വാസം എന്നാണ് വാർത്തകൾ വരുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പരാതിക്കാരിക്കെതിരായ ഹൈക്കോടതിയിലെ ചില ഭാഗങ്ങൾ സുപ്രീം കോടതി നീക്കം ചെയ്യുകയും ചെയ്തു. മാങ്കൂട്ടം MLA-ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയത് നമുക്കറിയാം. എന്നാൽ മാങ്കൂട്ടത്തിലിന്റെ ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അനുവദിച്ചിരുന്ന ഈ മുൻകൂർ ജാമ്യം പൂർണ്ണമായും റദ്ദാക്കണമെന്ന് ആ പരാതിക്കാരി ആവശ്യപ്പെടുമ്പോൾ ഹർജിയിൽ വിശദമായ വാദം കേൾക്കൽ നടന്നില്ല എന്നുള്ളതാണ് സത്യം. അതിലിടപെടാൻ തന്നെ വിസമ്മതിച്ച സുപ്രീം കോടതി ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായത്. ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ജസ്റ്റിസ് MM സുന്ദരേഷും ജസ്റ്റിസ് NK സിംഗും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതോടെ മാങ്കൂട്ടത്തിലിന്റെ ചോര കുടിക്കാൻ നടക്കുന്നവരും അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊരാഘോഷമാക്കാമെന്ന് കരുതിയ സൈബർ സഖാക്കളും വെറുതെയായി. പിന്നീട് പരാതിക്കാരിയുടെ മാനം കാക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു അവരുടെ വിഭാഗം. അതായത് ഹൈക്കോടതി വിധിയിലെ ചില ഭാഗങ്ങൾ പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യുന്നതാണെന്നും അത് നീക്കണമെന്നും പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകനായ PV ദിനേശനും അതുപോലെ KR സുഭാഷ് ചന്ദ്രനും ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ നീക്കം ചെയ്തതായി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതായത് പരാതിക്കാരിയെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് CPM-ഉം അതുപോലെ റിപ്പോർട്ടർ TV അടക്കമുള്ളവരും രംഗത്ത് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. അവരുടെ വേദനകളും പ്രയാസങ്ങളും അത് വലുതു തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോര കുടിക്കാൻ ഇറങ്ങിയവർ അവരോടൊപ്പം കൂടിയതാണ് എല്ലാവർക്കും സംശയം ജനിപ്പിക്കുന്നത്. അവർക്ക് വേറെയാണ് ലക്ഷ്യം. അങ്ങനെ ഒരു മനുഷ്യനെ തന്നെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും പല CPM MLA-മാരും ബലാത്സംഗ വീരന്മാർ എന്ന് പരാതി കിട്ടിയിട്ടും അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനുള്ള ഒരു ആംബിയർ അതില്ലാതെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെടുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA-ക്ക് ആശ്വാസമായി സുപ്രീം കോടതി വിധി വന്നത് എന്ന് പറയുന്നത് വ്യഭിചരിക്കുന്നവൻ എന്ന് മുദ്ര കുത്തിയ പിണറായി വിജയന്റെ കൂടി വലിയ തോൽവിയാണ് ഇവിടെ വ്യക്തമാകുന്നത്.